ഡിയർ സ്റ്റുഡൻസ്, ഫ്രണ്ട് ലൈൻ ഹെൽത്ത് വർക്കർ കോഴ്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അഥവാ ദേശീയ ആരോഗ്യ പരിപാടികളെ കുറിച്ചാണ്. എന്താണ് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് അഥവാ ദേശീയ ആരോഗ്യ പരിപാടികൾ? വേരിയസ് പ്രോഗ്രാംസ് ഓർഗനൈസ്ഡ് ബൈ Ministry of Health and Family Welfare in the areas of health, prevention and control of major communicable and non-communicable diseases and promotion of various systems of medicines. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആരോഗ്യ മേഖലയുടെ ഉന്നമനത്തിനായി ദേശീയ തലത്തിൽ ഒട്ടനവധി പരിപാടികൾ നടപ്പിലാക്കുന്നുണ്ട്. പ്രധാനമായും പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനും വേരിയസ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് അഥവാ വിവിധ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ നടപ്പിലാക്കുന്നത്. വേരിയസ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻസ് നമുക്കറിയാവുന്ന മോഡേൺ മെഡിസിൻ, ആയുർവേദം, ഹോമിയോപ്പതി ഇതെല്ലാം പെടും. നമുക്ക് ഈ മേഖലയിൽ പ്രധാനപ്പെട്ട കുറച്ച് പരിപാടികളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതിയാവും. ഇതിൽ ഒന്നാമതായി നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അഥവാ NCDs. പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും നിയന്ത്രണ പരിപാടിയാണ് ഇത്. ഇതിൽപ്പെടുന്ന പ്രധാനപ്പെട്ട 3 പ്രോഗ്രാമുകളെ നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രോഗ്രാം നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റ് NPCBVI. അന്ധതയും കാഴ്ചക്കുറവും നിയന്ത്രിക്കുന്നതിനുള്ള ദേശീയ ആരോഗ്യ പരിപാടിയാണ് ഇത്. രണ്ടാമത്തെ പ്രോഗ്രാം നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം അഥവാ NMHP. ഇത് മാനസിക ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ്. മൂന്നാമത്തത് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക് NPCDCS. ജീവിതശൈലീ രോഗങ്ങളായ ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയവയുടെ നിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായുള്ള ദേശീയ പരിപാടിയാണ് ഇത്. ഓരോ പ്രോഗ്രാമുകളെക്കുറിച്ചും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. NCDസിലെ ഒന്നാമത്തെ പ്രോഗ്രാമായ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ പ്രോഗ്രാം അന്ധതയും കാഴ്ചക്കുറവും നിയന്ത്രിക്കുന്നതിനുള്ള ദേശീയ ആരോഗ്യ പരിപാടിയാണ്. ലക്ഷ്യങ്ങൾ: 1. ടു റെഡ്യൂസ് പോസിബിലിറ്റി ഓഫ് ബ്ലൈൻഡ്നെസ് ബൈ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അന്ധതയും കാഴ്ചക്കുറവും കൃത്യമായി തിരിച്ചറിയുകയും ചികിത്സിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ അവസ്ഥയുടെ സാധ്യത കുറയ്ക്കുക. രണ്ടാമത്തെ ലക്ഷ്യം ടു ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ ദി സ്ട്രാറ്റജി ഓഫ് NPCB ഫോർ ഐ ഹെൽത്ത് ഫോർ ഓൾ. എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായി NPCBയെ ശക്തിപ്പെടുത്തുക. മൂന്നാമത്തെ ലക്ഷ്യം അപ്ഗ്രഡേഷൻ ഓഫ് റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി, മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, വിഷൻ സെന്റേഴ്സ്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഐ ഹോസ്പിറ്റൽസ് എക്സെട്ര. നേത്രരോഗ ചികിത്സ നൽകുന്ന സ്ഥാപനങ്ങളായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജി, മെഡിക്കൽ കോളേജസ്, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുക. നാലാമത്തെ ലക്ഷ്യം ടു ഡെവലപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആൻഡ് ഡെവലപ്പിംഗ് അഡീഷണൽ ഹ്യൂമൻ റിസോഴ്സസ്. ഈ മേഖലയിൽ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ കൂടി ഉൾപ്പെടുത്തുക. NPCBVIയുടെ അടുത്ത ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഞ്ചാമത്തെ ലക്ഷ്യം ടു ഇൻക്രീസ് കമ്മ്യൂണിറ്റി അവയർനെസ് ഓൺ ഐ കെയർ ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. നേത്ര സുരക്ഷയെക്കുറിച്ചും അന്ധതയും കാഴ്ചക്കുറവും വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സാമൂഹിക അവബോധം സൃഷ്ടിക്കുക. ആറാമത്തെ ലക്ഷ്യം എൻകറേജ് റിസർച്ച് ഫോർ പ്രിവെൻഷൻ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ്
വിഷ്വൽ ഇമ്പയർമെന്റ്. അന്ധതയും കാഴ്ചക്കുറവും നിയന്ത്രിക്കുന്നതിനുള്ള പ്രോഗ്രാമാണല്ലോ NPCBVI. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പരിഹാര പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. 7ാമത്തെ ലക്ഷ്യം to include voluntary organizations and private practitioners in delivering eye care. സന്നദ്ധ സംഘടനകളുടെയും സ്വകാര്യ ഡോക്ടേഴ്സിന്റെയും സേവനം ഈ മേഖലയിൽ പരമാവധി ഉൾപ്പെടുത്തുക. ഇതൊക്കെയാണ് NPCBVI അഥവാ നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റിന്റെ പ്രധാനപ്പെട്ട 7 ലക്ഷ്യങ്ങൾ. നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ഭാഗമായി നമുക്ക് പഠിക്കാനുള്ള അടുത്ത പ്രോഗ്രാമാണ് NMHP അഥവാ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം. ഇത് മാനസിക ആരോഗ്യം പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി ദേശീയ തലത്തിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ ലക്ഷ്യം ടു എൻഷുർ ദി അവൈലബിലിറ്റി ഓഫ് മിനിമം മെന്റൽ ഹെൽത്ത് കെയർ ഫോർ ഓൾ, അതായത് എല്ലാവർക്കും മാനസിക ആരോഗ്യ പരിചരണം ലഭ്യമാകുന്നു എന്ന് ഉറപ്പാക്കുക. 2ാമത്തെ ലക്ഷ്യം ടു എൻകറേജ് ദി ആപ്ലിക്കേഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് നോളജ് ഇൻ ജനറൽ ഹെൽത്ത് കെയർ. പൊതു ആരോഗ്യ സംവിധാനങ്ങളോടൊപ്പം തന്നെ മാനസിക ആരോഗ്യ പരിചരണം ലഭ്യമാക്കുക, ഒപ്പം അതിനെക്കുറിച്ചുള്ള അറിവ് കൂടി പൊതുജനങ്ങൾക്ക് നൽകുക. 3ാമത്തെ ലക്ഷ്യം ടു പ്രൊമോട്ട് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ദി മെന്റൽ ഹെൽത്ത് സർവീസ്. ആരോഗ്യ സേവനത്തിൽ, അതായത് മാനസിക ആരോഗ്യ സേവനത്തിൽ പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക. 4ാമത്തെ ലക്ഷ്യം ടു ഇൻക്രീസ് ഹ്യൂമൻ റിസോഴ്സസ് ഇൻ മെന്റൽ ഹെൽത്ത് സർവീസ്. മാനസിക ആരോഗ്യ സേവനത്തിലും കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടുത്തുക. ഇവയൊക്കെയാണ് നാഷണൽ പ്രോഗ്രാം ഫോർ മെന്റൽ ഹെൽത്ത് എന്ന പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട 4 ലക്ഷ്യങ്ങൾ. NCDസിൽ ഉൾപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലാർ ഡിസീസസ് ആൻഡ് സ്ട്രോക്ക് NPCDCS. ജീവിതശൈലി രോഗങ്ങളായ ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം, പക്ഷാഘാതം തുടങ്ങിയവയുടെ നിയന്ത്രണത്തിനും പ്രതിരോധത്തിനുമായുള്ള ദേശീയ ആരോഗ്യ പരിപാടിയാണ് ഇത്. ഈ പരിപാടിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1ാമത്തെ ലക്ഷ്യം ഹെൽത്ത് പ്രൊമോഷൻ ത്രൂ ബിഹേവിയർ ചേഞ്ച്. സ്വഭാവമാറ്റത്തിലൂടെ ആരോഗ്യം ഉറപ്പാക്കുക. അതായത് സ്വഭാവമാറ്റം എന്നാൽ ദുശീലങ്ങൾ ഒഴിവാക്കുക, ആരോഗ്യകരമായ ജീവിത രീതികൾ പിന്തുടരുക എന്നിവയൊക്കെയാണ്. 2ാമത്തെ ലക്ഷ്യം സ്ക്രീനിങ് അറ്റ് ഓൾ ലെവൽസ് ഫ്രം സബ് സെന്റേഴ്സ് ആൻഡ് എബോവ്. എല്ലാ മേഖലകളിലും, അതായത് ആരോഗ്യ സംവിധാനങ്ങളിലെല്ലാം തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ തുടങ്ങി താലൂക്ക് ഹോസ്പിറ്റൽ, ജില്ലാ ഹോസ്പിറ്റൽ, എല്ലാ ആരോഗ്യ മേഖലകളിലും പരിശോധനകൾ ഉറപ്പാക്കുക. 3ാമത്തെ ലക്ഷ്യം ടു ബിൽഡ് കപ്പാസിറ്റി അറ്റ് വേരിയസ് ലെവൽസ് ഓഫ് ഹെൽത്ത് കെയർ ഫോർ പ്രിവെൻഷൻ, ഏർലി ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, റീഹാബിലിറ്റേഷൻ, IEC or BCC ആൻഡ് റിസർച്ച് എക്സെട്ര. അതായത് ഇത്തരം രോഗങ്ങളുടെ, ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം, ചികിത്സ, പുനരധിവാസം, ബോധവൽക്കരണം, ഗവേഷണം തുടങ്ങിയവ എല്ലാ മേഖലകളിലും ശക്തിപ്പെടുത്തുക. 4ാമത്തെ ലക്ഷ്യം ടു പ്രൊവൈഡ് കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ്. ചെലവ് കുറഞ്ഞതും എന്നാൽ ഗുണമേന്മയുള്ളതുമായ ചികിത്സ എല്ലാ തലങ്ങളിലും ലഭ്യമാക്കുക. 5ാമത്തെ ലക്ഷ്യം ടു സപ്പോർട്ട് ഡേറ്റാബേസ് ഓഫ് NCDs ടു മോണിറ്റർ NCD മോർബിഡിറ്റി, മോർട്ടാലിറ്റി ആൻഡ് റിസ്ക് ഫാക്ടേഴ്സ്. NCDs മൂലമുള്ള മരണനിരക്ക്, രോഗാവസ്ഥാ നിരക്ക്, അപകട സാധ്യതാ ഘടകങ്ങൾ ഇവയൊക്കെ നിരീക്ഷിക്കാൻ ഇത്തരം രോഗങ്ങളുടെ സ്ഥിതി വിവരക്കണക്കുകൾ സൂക്ഷിക്കുക. ഇവയൊക്കെയാണ് നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലാർ ഡിസീസസ് ആൻഡ് സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രീനിംഗ് ടെസ്റ്റുകളെ കുറിച്ചാണ്.
എന്താണ് സ്ക്രീനിംഗ് ടെസ്റ്റ് എന്ന് നോക്കാം. ചില വ്യക്തികളിൽ രോഗലക്ഷണങ്ങൾ കാണിച്ചില്ലെങ്കിൽ പോലും രോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളിൽ രോഗമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് സ്ക്രീനിംഗ് ടെസ്റ്റുകൾ. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രീനിംഗ് ഓഫ് ഡയബറ്റിസ് ആണ്, പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റ്. താഴെ പറയുന്ന സാധ്യതാ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉണ്ടെങ്കിൽ ഡയബറ്റിസിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ്. ഏതൊക്കെയാണ് സാധ്യതാ ഘടകങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ ഘടകം ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിസ്, പേരൻസിനോ സഹോദരങ്ങൾക്കോ പ്രമേഹമുണ്ടെങ്കിൽ. രണ്ടാമത്തത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഉദാസീനമായി, അതായത് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കാതെ ഉദാസീനമായ ജീവിത രീതി പിന്തുടരുകയാണെങ്കിൽ. മൂന്നാമത് ഹിസ്റ്ററി ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് പ്രോബ്ലംസ്, രക്തത്തിൽ പഞ്ചസാരയുടെ അളവിൽ അനാരോഗ്യകരമായ വ്യതിയാനം കാണിച്ചിട്ടുണ്ടെങ്കിൽ. അടുത്ത ഹിസ്റ്ററി ഓഫ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഓർ എ ബേബി വിത്ത് ഓവർ വെയ്റ്റ്, ഗർഭകാലത്ത് ഡയബറ്റീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓവർ വെയ്റ്റായ അമിതഭാരമുള്ള കുട്ടി ഉണ്ടായെങ്കിൽ. ദെൻ ഹൈ BP അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ പ്രോബ്ലംസ്, പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം. ദെൻ ഹിസ്റ്ററി ഓഫ് വാസ്കുലാർ ഡിസീസ്, അതായത് അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം കുറയുന്ന രോഗം. ലാസ്റ്റ് സാധ്യതാ ഘടകം ഓവർ വെയ്റ്റ് ആണ്, അമിത ഭാരം. ഇതൊക്കെയാണ് സാധ്യതാ ഘടകങ്ങൾ. ഇത്രയും സാധ്യതാ ഘടകങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ ഉണ്ടെങ്കിൽ പ്രമേഹത്തിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റിന് വിധേയരാകേണ്ടതാണ്. അടുത്തതായി പ്രമേഹത്തിന്റെ 2 ലളിതമായ സ്ക്രീനിംഗ് ടെസ്റ്റുകളെ പരിചയപ്പെടാം. ഒന്നാമത്തെ ടെസ്റ്റ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ഓർ ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാല്യൂ 125 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററിൽ കൂടുതലാണെങ്കിൽ വേറൊരു ദിവസം ടെസ്റ്റ് ചെയ്ത് പ്രമേഹമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വാല്യൂ ലഭിക്കാനായി 12 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നതിന് ശേഷമുള്ള രക്തസാമ്പിളാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ സ്ക്രീനിംഗ് ടെസ്റ്റ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഷുഗറി സൊല്യൂഷൻ കുടിച്ചു കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ബ്ലഡ് ഷുഗർ വാല്യൂ കണക്കാക്കിയാൽ അത് 200 മില്ലിഗ്രാം പെർ ഡെസിലിറ്ററോ അതിലധികമോ ആണെങ്കിൽ മറ്റൊരു ദിവസം ടെസ്റ്റ് ചെയ്ത് പ്രമേഹം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കണം. ഈ 2 ടെസ്റ്റുകളാണ് സാധാരണയായി ഡയബറ്റിസ് സ്ക്രീനിംഗ് ടെസ്റ്റുകളായി ഉപയോഗിക്കുക. അടുത്തതായി പലതരത്തിലുള്ള ക്യാൻസേഴ്സിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ബ്രസ്റ്റ് ക്യാൻസർ, മാമോഗ്രഫി, ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ, സെൽഫ് എക്സാമിനേഷൻ ഓഫ് ബ്രസ്റ്റ്, MRI അഥവാ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇവയാണ് ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രീനിംഗ് ടെസ്റ്റുകളായി ഉപയോഗിക്കുക. രണ്ടാമത്തേത് സർവൈക്കൽ ക്യാൻസർ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ടെസ്റ്റിംഗ് ആൻഡ് പാപ്പ് ടെസ്റ്റ്. കോളോറെക്ടൽ ക്യാൻസറിന്റെ സ്ക്രീനിംഗ് ടെസ്റ്റുകൾ കോളനോസ്കോപ്പി, സിഗ്മോയിഡോസ്കോപ്പി, ഫീക്കൽ ഒക്കൾട്ട് ബ്ലഡ് ടെസ്റ്റ്, ഡബിൾ കോൺട്രാസ്റ്റ് ബേരിയം എക്സ്റേ, സ്റ്റൂൾ DNA ടെസ്റ്റ് എന്നിവയാണ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന് ജനറൽ ഹെൽത്ത് സ്ക്രീനിംഗ് ആണ് ഉപയോഗിക്കുക. ലങ് ക്യാൻസറിന് ലോ ഡോസ് ഹെലിക്കൽ ഓർ സ്പൈറൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി അഥവാ CT. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് ഡിജിറ്റൽ റെക്ടൽ എക്സാമിനേഷൻ ആൻഡ് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ ടെസ്റ്റ് എന്നിവയാണ് ഉപയോഗിക്കുക. സ്കിൻ ക്യാൻസറിന് കംപ്ലീറ്റ് സ്കിൻ എക്സാമിനേഷൻ ആൻഡ് ഡെർമോസ്കോപ്പി. ഡെർമോസ്കോപ്പി ഓർ ഡെർമറ്റോസ്കോപ്പി എന്ന് വിളിക്കും. ഡെർമറ്റോസ്കോപ്പ് എന്ന ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഹാൻഡ് ഹെൽഡ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഉപയോഗിച്ച് നടത്തുന്ന സ്കിൻ എക്സാമിനേഷൻ ആണ് ഡെർമറ്റോസ്കോപ്പി ഓർ ഡെർമോസ്കോപ്പി. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് സ്ക്രീനിംഗ് ടെസ്റ്റ് ഫോർ ടുബാക്കോ യൂസ് ആണ്. ടുബാക്കോ യൂസിനുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി ഡൺ ബൈ ആസ്കിംഗ് സം ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ യൂസ്ഡ് ടുബാക്കോ പ്രോഡക്ട്സ്? എപ്പോഴെങ്കിലും ടുബാക്കോ പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉത്തരം യെസ് എന്നാണെങ്കിൽ ആസ്ക് ക്വസ്റ്റ്യൻ നമ്പർ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു യൂസ്ഡ് എനി ഇൻ പാസ്റ്റ് 30 days?
ഏതെങ്കിലും തരം ടൊബാക്കോ പ്രോഡക്ട്സ് കഴിഞ്ഞ 30 ദിവസങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ടോ? ഉത്തരം എസ് എന്നാണെങ്കിൽ ആസ് ക്വസ്റ്റ്യൻ നമ്പർ 3 and 4. 3 and 4 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൺ ആവറേജ് ഹൗ മെനി ഓർ ടൈംസ് ഡു യു യൂസ് പെർ ഡേ? ഒരു ദിവസം എത്ര തവണ അല്ലെങ്കിൽ എത്ര എണ്ണം ടൊബാക്കോ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്? ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ഫേജർസ്ട്രോം ടെസ്റ്റ് ഫോർ നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ്. നമുക്ക് ഫേജർസ്ട്രോം ടെസ്റ്റ് ഫോർ നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് ഓർ FTND ചെയ്യാം. ഇത് ചെയ്യുന്നത് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അതിന്റെ പോയിന്റ് നോക്കിയിട്ടാണ്. പോയിന്റ് നോക്കി മോർ ഡിപ്പെൻഡന്റ് ആണോ ലെസ് നിക്കോട്ടിൻ ഡിപ്പെൻഡന്റ് ആണോ വ്യക്തി എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഫോർ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസും കുറച്ച് സ്ക്രീനിംഗ് ടെസ്റ്റുകളുമാണ് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഫോർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പഠിക്കാം. ആവർത്തിച്ച് വീഡിയോ കാണുക. താങ്ക് യു.